ബൂസ്റ്റ് പൊടി. ബൂസ്റ്റ് പൊടി കാണുമ്പോ ശരിക്കും ഡയറ്റിനുള്ള വെച്ച സാധനങ്ങളാണത്. പക്ഷെ അതല്ല, ബൂസ്റ്റിന്റെ ഇൻഗ്രീഡിയൻസ് ആണ്. തുടങ്ങാല്ലേ? അപ്പൊ ഇതില് മെയിൻ ആയിട്ട് വേണ്ടത് പഞ്ചസാര, പാൽപ്പൊടി, ബദാം, അണ്ടിപ്പരിപ്പ്, നിലക്കടല. അപ്പൊ ഷുഗർ രക്തത്തിലാണ് ഉണ്ടാവുക. അപ്പൊ ഈ ബദാമൊക്കെ കഴിച്ചു കഴിഞ്ഞാല് രക്തത്തിലേക്ക് കുറേശ്ശെ അളവായിട്ടേ കടത്തി വിടുള്ളൂ. അപ്പൊ ഇത് എന്തായാലും ഷുഗർ ഉള്ളവർ ഇത് കഴിക്കാൻ മറക്കരുത്. രാവിലെയാണോ കഴിക്കുന്നത്? രാവിലെയാണ് കഴിക്കുന്നത്. മുത്തശ്ശി ഇടയ്ക്കുമ്പോ കഴിക്കാറുണ്ടല്ലോ ബദാം കഴിക്കും. പിന്നെന്താ പിസ്ത പറഞ്ഞതാണ് ഓരോരോ നട്ട്സ് കഴിക്കുന്നത് നല്ലതാണ്. അപ്പൊ അങ്ങനെയൊക്കെ നമ്മള് കഴിക്കാറുണ്ട് അല്ലെ മുത്തശ്ശി? അങ്ങനെയൊക്കെ കഴിക്കാറുണ്ട്. അങ്ങനെ ചെറുതൊക്കെ കഴിക്കുന്നുണ്ട് ഇപ്പൊ. പക്ഷെ എന്തായാലും ക്ഷീണം എനിക്ക് തോന്നാറില്ല. കണ്ണൂര് പറയുന്ന ക്ഷീണിക്കുന്നു. ശരിക്കും പണിയെടുക്കലൊന്നും ഇപ്പോഴും പ്രശ്നമില്ല. അപ്പൊ ഇനി ബാക്കിയുള്ളത് കുട്ടു പറയും. നിലക്കടല, അണ്ടിപ്പരിപ്പിന്റെ ഗുണങ്ങൾ കുട്ടു പറഞ്ഞു. അടുത്ത 2 ഐറ്റംസ് ആണ് നിലക്കടലയും അതേമാതിരി അണ്ടിപ്പരിപ്പും. അതായത് അണ്ടിപ്പരിപ്പിന്റെയും പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഹൃദയാഘാതം, അതേമാതിരി ക്യാൻസർ ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ നല്ല ഒഴിവാക്കുന്ന രീതിക്കുള്ളതാണ് ഈ അണ്ടിപ്പരിപ്പും നിലക്കടലയും പറയുന്നത്. ചെറുപ്പത്തിൽ തന്നെ കഴിച്ചു തുടങ്ങാല്ലേ? പിന്നെ അതുമല്ല കുട്ടു, നല്ലോണം നാരുകളൊക്കെ അടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഏറ്റവും നല്ലൊരു സംഭവമാണ്. പിന്നെ അതേപോലെ നല്ല സ്ട്രെങ്ത് ബിൽഡ് ചെയ്യണോ, അതേമാതിരി മസിൽ ഗെയിൻ ഒക്കെ വേണ്ടിട്ട് അതെ. അപ്പൊ അതിനൊക്കെ ബെസ്റ്റ് ആണ് അണ്ടിപ്പരിപ്പ്. തിന്നാൽ തന്നെ മസിൽ ഗ്രോത്ത് എല്ലാം ഉണ്ടാവും. അതേമാതിരി തന്നെ നിലക്കടലും. അപ്പൊ ഇത് എന്ന് പറഞ്ഞാൽ നമ്മള് ഇപ്പൊ ജൂനിയർ ഹോർലിക്സും വലിയവർക്ക് വേറെ ഹോർലിക്സ് ഉള്ള പോലെ തന്നെ നമ്മളിത് ചെറിയ കുട്ടികൾക്കും വലിയ ആൾക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ഉണ്ടാക്കണം അല്ലേ? ഇതിന്റെ മുമ്പ് ഉണ്ടാക്കി നോക്കി. ഈ ബൂസ്റ്റ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയ ബൂസ്റ്റ് ഉണ്ടാക്കിയപ്പോ നമ്മൾ വീട്ടിലുണ്ടാക്കിയ ബൂസ്റ്റ് പ്രത്യേക അനുഭവമാക്കി കിട്ടിയത്. അതെ, കുറച്ചുകൂടെ സ്വാദും ഉണ്ട്. പിന്നെ ഗുണങ്ങളും നമുക്ക് തന്നെ ഫീൽ ചെയ്യും. ഒരു മാസം കണ്ടിന്യൂസ് ആയിട്ട് കുടിച്ചാൽ നമുക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും നമ്മളുടെ ബോഡിയിലൊക്കെ വരുന്ന ഒരു മാറ്റം അല്ലേ? നമുക്ക് അറിയില്ലല്ലോ. അതെ അതെ, നമ്മൾ ഉണ്ടാക്കുന്ന നമുക്ക് വിശ്വസിച്ച് കഴിക്കും ചെയ്യാം. അതിന്റെ ഗുണം കിട്ടുകയും ചെയ്യും. സാധാരണ ഈ 5 രൂപയുടെ പാക്കറ്റിലൊക്കെ ഈ ബൂസ്റ്റ് പൊടിന്റെ ഒരു കറുത്ത തരിയും കൂടി ഉണ്ടാവുന്നുണ്ട്. പക്ഷെ നമ്മൾ ഉണ്ടാക്കുമ്പോ അതൊന്നുമില്ല. നമ്മള് നോർമൽ ഒരു അതെ നാച്ചുറൽ ഹെൽത്തിനുള്ളത്. അതെ അതെ. അപ്പൊ ഇത് നമ്മള് ബൂസ്റ്റ് ദ സീക്രട്ട് ഓഫ് അതെ അതെ അവർ എനർജിയാണ് ഇപ്പൊ. എന്നാ തുടങ്ങാല്ലേ? അപ്പൊ അതവിടെ ഒരു പാന് വെച്ചിട്ടുണ്ട്. അതില് ആദ്യമേ ചട്ടുകം വെച്ചിട്ടുണ്ടോ? ഓക്കെ. നീ ഗ്യാസ് കത്തിക്കോ? ഓക്കെ. അടുത്തതായത് കൊക്കോ പൗഡറും ഗോതമ്പ് പൊടിയും. അതായത് കൊക്കോ പൗഡർ ഇല്ലെങ്കിൽ നമുക്ക് ഡാർക്ക് ചോക്ലേറ്റോ അങ്ങനത്തെ ഉപയോഗിക്കാം. അത് കൊക്കോ പൗഡർ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇതിന് അതായത് ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യണത്. കൊക്കോ പൗഡർ, ചോക്ലേറ്റ് പൗഡർ ആണെങ്കിലും പറ്റൂലേ? ചോക്ലേറ്റ് പൗഡറും ഗോതമ്പ് പൊടി ഉണ്ടല്ലോ, അത് മുത്തശ്ശിയുടെ വീട്ടിൽ തന്നെ പൊടിച്ച് വെക്കുന്നത്. അത് കുറെ കാലങ്ങളായിട്ട് ഗോതമ്പ് വാങ്ങി പൊടിച്ച് വെക്കാറുണ്ട്. പിന്നെ ആദ്യമൊക്കെ ഗോതമ്പ് കൊണ്ട് മുത്തശ്ശിയെ ആട്ടിയിട്ട് ദോശ ഉണ്ടാക്കി കഴിച്ചു. എന്തൊരു ടേസ്റ്റ് അറിയോ? ഇപ്പൊ അതിനൊന്നും വയ്യട്ടോ. പണ്ടൊക്കെ ഗോതമ്പ് കഴിക്കുന്നവര് നല്ല കരുത്തുള്ള ആൾക്കാരായിരിക്കും. ഗോതമ്പ് കഞ്ഞി കുടിക്കും. അതെ, എത്ര പണിയെടുത്താലും അവർക്കൊന്നും ഒരു കേടും വരില്ല. ഇന്നത്തെ ഈ ഫാസ്റ്റ് ഫുഡിന്റെ പോലെ അല്ലല്ലോ. അപ്പൊ അതൊക്കെ നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മളുടെ ഇന്നത്തെ ഈ ഒരു ബൂസ്റ്റ് പൊടി തയ്യാറാക്കാൻ പോകുന്നത്. അതെ, നമ്മളെ കൊക്കോ പൗഡറും ഉണ്ട്, ഗോതമ്പ് പൊടി ഉണ്ട്, പിന്നെ നമ്മളുടെ നട്ട്സും പാൽപ്പൊടിയും പഞ്ചസാരയും അല്ലേ? അപ്പൊ എന്നാ നീ തുടങ്ങിക്കോളൂ കൂട്ട്. ആദ്യം നട്ട്സൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. ഇറക്കിക്കോളൂ കിട്ടുമോ? അപ്പൊ നീ കുറച്ച് കഴിഞ്ഞാ ഒരു ബ്രൗൺ പരുവത്തിലാവും. അപ്പൊ നമുക്ക് ഗോതമ്പ് പൊടി ഇടാം. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. പല പല കളറല്ലേ അമ്മോ? അതെ, അണ്ടിപ്പരിപ്പിനാണ് വേഗം കളറ് അറിയാം. എന്നുവെച്ചാൽ അത് വെള്ള കളറല്ലേ? രണ്ടും ഏകദേശം ഒരേ കളറാണ്. അപ്പൊ പിന്നെ നിരക്കട എല്ലാത്തിനും കുഴപ്പമൊന്നുമില്ല. അണ്ടിപ്പരിപ്പ് ബദാമോ ആയാലും മതി കേട്ടോ. അല്ലെങ്കിൽ അത് ചേർക്കുന്നത് നല്ലതാണ്, ടേസ്റ്റും കിട്ടും.
ചെറുതായിട്ട് അണ്ടിപ്പരിപ്പിനൊക്കെ കളറ് വരുന്നുണ്ട് അല്ലേ? മാറുണ്ട്. നല്ല റോസ്റ്റ് ചെയ്തെടുക്കുക. റോസ്റ്റിംഗ് അണ്ടിപ്പരിപ്പ് റോസ്റ്റിംഗ്. അതെ അതെ. ഏകദേശം ബ്രൗൺ കളർ ആയിരിക്കുന്നു. കുറച്ച് ഗോതമ്പ് പൊടി ഇടാം. എത്ര ടീസ്പൂൺ ഔട്ട് ഇടണേ? 3 ടീസ്പൂൺ ഗോതമ്പ് പൊടി. അവിടെ വെതറിടാം. എല്ലാരും മുങ്ങിക്കോട്ടെ. അതെ, അങ്ങനെ 3 ടീസ്പൂൺ നമ്മുടെ ഗോതമ്പ് പൊടിയാണ് ഇട്ടിരിക്കുന്നത്. പിന്നെ അമ്മു, ആ ചില കുട്ടികളെ ആ പാല് മാത്രം കുടിക്കാൻ വന്നാൽ കൂട്ടാക്കാത്തവരുണ്ട്. അപ്പൊ പിന്നെ ബൂസ്റ്റ് ഇട്ടിട്ട് കൊടുത്താൽ കുടിക്കുന്നവരുണ്ട്. ഇവിടെ തന്നെ അനുഭവമുണ്ട്. മാളുവിന് ബൂസ്റ്റ് ഇല്ല പറഞ്ഞാൽ പാല് വേണ്ട പറയും. ചെറിയ ആളാണ് കുഞ്ഞുമാവ, അല്ല എന്നാലും പഞ്ചസാര ഇട്ട് കൊടുത്താൽ പാല് കുടിക്കും. അതെ, അപ്പതാ ഒന്നും കൂടി കൂടെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാലേ ഓഫ് ചെയ്തിട്ട് ചൂടാറിയിട്ട് മിക്സിയിൽ പൊടിച്ചെടുക്കാം കേട്ടോ. ആയി, കളറ് മാറി. ഓഫാക്കി നമുക്ക് വേഗം ആ പാത്രത്തിലേക്ക് തട്ടാല്ലേ, അല്ലെങ്കിൽ ഇനിയും കളർ മാറും. എന്നാ കുട്ടി പാത്രം പിടിച്ചോളൂ, തട്ടിക്കോളൂ. പൊടിയും നട്ട്സ് ഒക്കെ റെഡിയായി. ഒന്ന് ചൂടാറട്ടെ. ചൂടാറിക്കോട്ടെ. ചൂടാറിയിട്ട് നമുക്ക് മിക്സിയിൽ പൊടിച്ചെടുക്കാം. അതെ, അപ്പൊ അത് എല്ലാം സെറ്റായി. ഇനിയിപ്പോ ചൂടാറിന് ശേഷം പൊടിച്ചിട്ട് കാണിക്കാം. അപ്പൊ അത് നല്ലോണം ചൂടാറി. ഇനി ഇത് മിക്സിയിൽ ഇട്ടിട്ട് പൊടിച്ചെടുക്കാം കേട്ടോ. പൊടിച്ചെടുക്കാം. ഇനിയാണ് നമ്മൾ കൊക്കോ പൗഡർ, പാൽപ്പൊടി, പഞ്ചസാരൊക്കെ ആഡ് ചെയ്യേണ്ടത്. നമുക്ക് കൊക്കോ പൗഡർ ഫുൾ എടുക്കാം. ഒരു 4-5 ടീസ്പൂൺ ഇടുന്നുണ്ട് അല്ലേ? 4-5 ടീസ്പൂൺ. സാധനം കഴിക്കുമ്പോ അതെ, നല്ല കുട്ടികളൊക്കെ കുടിക്കുള്ളൂ. അതെ. ഇപ്പോൾ പഞ്ചസാര ഇടാം. നെക്സ്റ്റ് പാൽപ്പൊടി. ഇത് നന്നായി പൊടിച്ചടിച്ചെടുക്കണം. അടിച്ചു പൊളിച്ചോളൂ. ഒന്നും നോക്കണ്ട. ഓണായിക്കോളൂ. അപ്പോൾ ബൂസ്റ്റ് പൊടിയൊക്കെ പൊടിച്ചിട്ടുണ്ട്. ഒരു പാനിലേക്ക് മാറ്റണു. നമുക്കൊരു പാത്രത്തിലേക്കാക്കാം. ഒരു 1/4 കിലോളം വരില്ലേ? ഉണ്ടാവും അല്ലേ? അപ്പൊ നമുക്കൊരു 1/4 കിലോ ബൂസ്റ്റ് പൊടിക്ക് എന്താ വില ഇപ്പൊ പുറത്ത്? അത് നമുക്ക് വീട്ടിൽ തന്നെ സുഖമായിട്ട് ഒരു 50 രൂപയുടെ അല്ലേ? 50 രൂപേന്റെ ഉള്ളൊക്കെ ഉണ്ടായിക്കൂടെ? ബദാമും അതെ അതെ. അപ്പൊ നമുക്ക് അധികം ഒന്നും ചെലവൊന്നും ഇല്ല. തന്നെ ആട്ടപ്പൊടിയൊക്കെ എല്ലാവരും വീട്ടിലുണ്ടാവും. മാസത്തിലേക്ക് കൊണ്ടല്ലേ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ. അപ്പൊ അണ്ടിപ്പരിപ്പ് 4 അതൊക്കെ നമ്മളെ കാര്യം സാധിക്കും ചെയ്യും. അതെ, അപ്പൊ അങ്ങനെ നമ്മളുടെ ഹോം മെയ്ഡ് ബൂസ്റ്റ് പൊടി. ഇപ്പൊ നമ്മളതാ ഹോം മെയ്ഡ് ബൂസ്റ്റ് പൊടി റെഡി. വാവ്, അതേ പെർഫെക്റ്റ് കളർ. അതെ, സ്മെല്ലൊക്കെ ചോക്ലേറ്റിന്റെ സ്മെല്ലൊക്കെ ഉണ്ട്. അതെ. അപ്പൊ ഇത് നമുക്ക് ഇനി 1 മാസത്തേക്കുള്ളതായി. നമുക്കിത് ഉണ്ടാക്കി കാണിക്കാം. അതെ, നമ്മളൊരു പുതിയ പോട്ടാണ്, ചൈന പോട്ട്, ഗ്ലാസ് പോട്ടാണ്. ഇതാണ് നമ്മള് തീയില് സ്റ്റൗവില് വെക്കുകയായി. ഇതില് നമ്മള് 2 പേർക്കുള്ള ചായ, കട്ടൻ ചായ കാര്യങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കാറുണ്ട്. ഫിൽറ്റർ. ചൈന പോട്ട്. മതി.
അമ്മോ വേറെ കാര്യം പറയട്ടെ, പറയൂ. ഈ ഗ്ലാസ് ബോട്ടിൽ പെട്ടെന്ന് തിളയ്ക്കും പാല്, മറ്റേ സാധാ സ്റ്റീലിനെക്കാളും പെട്ടെന്ന് തിളയ്ക്കും. അതുകൊണ്ട് ഗ്യാസിന് ലാഭായി അല്ലേ? ഗ്യാസ് ലാഭിക്കാം. അതേതായാലും തള വരട്ടെ. കൂടി വെള്ളം ചേർക്കാം. കുറച്ച് വെള്ളം ചേർത്തായി അല്ലേ? കുറച്ച് മതി. ഇനി നമുക്ക് ഇപ്പൊ തന്നെ പൊടി ഇടാം അല്ലേ? മിക്സ് ആവല്ലോ നല്ലോ. അതെ. അപ്പൊ 1 ടീസ്പൂൺ ഇട്ടു. അപ്പൊ പെട്ടെന്ന് തന്നെ നമുക്ക് തിളച്ച് കിട്ടിയിട്ടുണ്ട്. കണ്ടോ, നമ്മളെ ഗ്ലാസ് പോട്ടിനൊന്നും ഒരു കേടുപാടും ഇല്ല. ഇതൊക്കെ കുട്ടികൾക്കൊക്കെ കാണുമ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആവും. ഇനി നമുക്ക് ഓഫ് ചെയ്യാം അല്ലേ? എടുത്തോ. ചൂടുണ്ടോ? നമ്മള് കുറച്ചുകൂടെ മുന്നേ, കാരണം നല്ല ചൂടുണ്ടാവും. അപ്പൊ ഗ്യാസ് ഭയങ്കര ലാഭമാണ് ഇങ്ങനത്തെ ഗ്ലാസ് പോട്ടിൽ കുക്ക് ചെയ്യുമ്പോ. ഗ്യാസ് ഓഫ് ആക്കിയിട്ടും പിന്നെയും തിളച്ച് പൊന്തി. നമ്മളുടെ ബൂസ്റ്റ്. ആ അതെ. അതെ. കുട്ടു, പുതിയ മഗ് എങ്ങനെയുണ്ട്? പുതിയ മഗ് അമ്മ വാങ്ങിയ സ്പെഷ്യൽ ഡ്രാക്കുള. അതെ, ഇത് കണ്ടപ്പോ ഒരു കൗതുകം. നല്ല അടിച്ചൊഴിച്ചോ, പത വന്നോട്ടെ. അങ്ങനെ നമ്മളുടെ ബൂസ്റ്റ് പ്രോട്ടീനൊക്കെ ഉള്ള നമ്മളുടെ ബൂസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വലിയൊരു കപ്പട് കിട്ടിയില്ലേ? ഇനി വേണേ ഭംഗിക്ക് ഒരു സ്പൂണും കൂടെ ബൂസ്റ്റ് കൂടി ഇട്ട് ഇളക്കിക്കോളൂ. കളറിന് വേണ്ടിട്ട് ഒരു സ്പൂൺ കൂടി ഇടാം. ആ, ഇനി ഇളക്കിക്കോളൂ കേട്ടോ. വാവ്, സൂപ്പർ. അങ്ങനെ നമ്മളെ ഡ്രാക്കുള ബൂസ്റ്റ് ആയി. ഇപ്പൊ ഡ്രാക്കുള ബൂസ്റ്റ് ആയി, ഹോം മെയ്ഡ് ബൂസ്റ്റ് ഡ്രാക്കുള ബൂസ്റ്റ് ആയി. അമ്മോ, ഡ്രാക്കുളയുടെ ടേസ്റ്റ് ചെയ്തേക്കാം. ഓക്കെ, ടേസ്റ്റ് ചെയ്ത് നോക്കൂ. എങ്ങനെ ഉണ്ട് നോക്കൂ. ബൂസ്റ്റിന്റെ ടേസ്റ്റ് ഉണ്ടോ? ബദാം നമ്മളിപ്പോ കൊറേ ആയില്ലേ ഉണ്ടാക്കിയിട്ട്. അപ്പൊ ആ പണ്ടത്തെ ഒരു ടേസ്റ്റ് കിട്ടുന്നുണ്ടോ? ഉണ്ട് അല്ലേ? നമ്മള് പുറത്തേക്കാളും നമുക്ക് കുറച്ചുകൂടെ എപ്പോഴും ഉണ്ടാക്കി കുടിക്കാം. നമുക്കൊരു പേടിയുണ്ട്. കൊറേ ബൂസ്റ്റ് പൊടി, കുട്ടികളൊക്കെ ബൂസ്റ്റ് പൊടി നക്കി കഴിക്കില്ലേ ഇങ്ങനെ. ഇതാകുമ്പോ അവർക്ക് എത്ര വേണേലും കൊടുക്കാം. അപ്പൊ മക്കളെ, ഇതേപോലെ വീട്ടിലെല്ലാരും ബൂസ്റ്റ് ഉണ്ടാക്കി നോക്കിയിട്ട് പുറത്തുനിന്നൊന്നും വാങ്ങാതെ നല്ല പ്രോട്ടീൻ ആയിക്കോട്ടെ, ജീവിക്കുക. എല്ലാരും ജീവിക്കുക. നല്ല പ്രോട്ടീൻ കിട്ടട്ടെ എല്ലാവർക്കും. കിട്ടട്ടെ. അപ്പൊ മുത്തശ്ശിയുടെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി, ലൈക്ക് ചെയ്യൂ, സപ്പോർട്ട് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്ത വീഡിയോ മുത്തശ്ശി നാളെ വരാം. ബൈ. അതെ, ഒരു ഡ്രാക്കുളയുണ്ട് ഇവിടെ ബൂസ്റ്റ് പൊടി.